ഇന്ന് പള്ളിക്കൽ കാട്ടുശ്ശേരി ഇടയ്ക്ക് നടന്ന ഒരു ആക്സിഡന്റ് ആണ്. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണും. ഞാൻ ഫുൾ ലെന്ത് വീഡിയോ കാണിക്കുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമത്തോടെയാണ് അത് പറയുന്നത്. പറയേണ്ടി വരികയാണ് ശരിക്കും പറഞ്ഞാൽ. ടോറസ് ലോറി അമിതമായ സ്പീഡിൽ വന്ന് ആ ബൈക്കുകാരനെ ഇടിക്കുകയായിരുന്നു. കാരണം ടോറസ് ഒരുപാട് റോങ് സൈഡിലാണ് കയറുന്നത്. ബൈക്കുകാരനെ ഞാൻ ഒരിക്കലും ഞാൻ സൈഡിൽ നിന്ന് പറയുകയല്ല, ബൈക്കുകാരനും റോങ് സൈഡിലും വലിയ സ്പീഡിലുമാണ് വരുന്നത്. ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ടോറസുകാർ വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകുന്ന ആ ലൈനും വിട്ട് സെൻട്രൽ ലൈൻ വരച്ചേക്കുന്ന ആ ലൈനും കടന്നിട്ടാണ് അവരെ വണ്ടി വരുന്നത്. അപ്പൊ അത്രയ്ക്ക് അത് നല്ല സ്പീഡിൽ ഒരു അല്പ സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ ആ പയ്യൻ ഇന്ന് ജീവിച്ചു പോയാന്. കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ലോറി ഇടിച്ചു അങ്ങനത്തെ കേസുമായിട്ട് വന്ന എത്ര പേരാണ് മരിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയാൽ ഈവൻ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു ഭാഗ്യവും കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന്. എൻ്റെ വണ്ടി ഞാൻ പാരിപ്പള്ളിയിൽ പോകുന്ന വഴിയിൽ ഇത് കണക്ക് ഒരു ട്രാഫിക്ക് പെട്ടിടക്കുകയാണ്, എല്ലാവരും പെട്ടിടക്കുക, എല്ലാ ലൈനും. ആ സമയത്ത് സ്ഥലമില്ലാത്ത സ്ഥലത്തിലൂടെ യുവമാര് റാഷായിട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങ് കയറുകയാണ്. അങ്ങനെ എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് നല്ല സ്പീഡിൽ കൊണ്ടുവന്ന് ഇടിച്ചു. അവിടെ നല്ല സ്ക്രാച്ചായി, അവർ വിട്ടുപോയി. ഇതാണ് നടക്കുന്ന കാര്യം ഇവിടെ. ഒരു മാന്യതയില്ലാത്ത ഡ്രൈവിങ്, ഓവർ സ്പീഡിങ്. ഈ രാവിലെ 10 മണി വരെയൊക്കെ അവർക്ക് സത്യം പറഞ്ഞാൽ റോഡിൽ ഇറങ്ങിക്കൂടെ എന്തൊക്കെ നിയമമുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല അതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ആ സമയത്തെങ്കിലും ഇവരെ ഇറക്കാതിരുന്നു കഴിഞ്ഞാൽ അത്രയും പേര് രക്ഷപ്പെടും. എനിക്കറിയാം, നമ്മളെ ഈ ഭാഗത്തൊക്കെ ചുറ്റിനും ഒരുപാട് പാറക്കോറികളൊക്കെ ഉണ്ട്. ഈ വണ്ടി ഓടിക്കുന്ന പലർക്കും ശരിക്കും ലൈസൻസ് ഉണ്ടോ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. പലരും ഓട്ടോ ഓടിക്കുന്നവർ ഇത് കയറി ഓടിക്കുന്ന കാണാം, അതുവഴി പോണ ചെറിയ പയ്യന്മാരെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാണാം. അപ്പോൾ പ്രോപ്പറായിട്ട് ആരാണ് ഇതൊക്കെ ഓടിക്കുന്നത് നമുക്കറിയത്തില്ല. പിന്നെ ഇവിടുത്തെ പാറക്കോറി ഇഷ്യൂസ് അതെല്ലാവർക്കും അറിയാം. ഇവിടെ പഞ്ചായത്തും ഭരണാധികാരികൾക്കും കാശും കൊടുത്ത് അവർ പാറ ഓവർലോഡായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞത്ത് ഒരുക്കി വെച്ചിട്ട് ഈ ഒരു ലോറിയുടെ മുകളിൽ നിന്ന് ഒരു കല്ല് വന്ന് വീണ് ഒരു പയ്യൻ മരിക്കുന്നത്. ആ സംഭവം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അവരെടുത്ത ഇതിനെ പ്രതിരോധിക്കാൻ എടുത്ത കാര്യം? ഒന്നുമില്ല. ആൾക്കാർ മരിക്കുന്നു, മരിച്ചവർ പോട്ടെ, നമ്മൾ വീണ്ടും നമ്മളെ പണി നടക്കുന്ന രീതിയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരു ദാക്ഷിണ്യവും ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവറിനോട് കാണിക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അയാൾ വണ്ടി ഇടിച്ചിട്ട് വണ്ടി നിർത്താതെയാണ് പോയേക്കുന്നത്. പിന്നെ പള്ളിക്ക് ജംഗ്ഷനിൽ വെച്ചിട്ട് അവിടെയുള്ള ആൾക്കാരാണ് അയാളെ പിടിച്ചേക്കുന്നത്. അപ്പം ഒരാളെ വണ്ടി ഇടിച്ച് അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കാവുന്നൊരു ബോധം പോലും ഇയാൾ ചെയ്തിട്ടില്ല ഇവിടെ. എൻ്റെ ഇഷ്യൂവിനും അതണക്ക് തന്നെയാണ്. വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ് ചെയ്തതെന്ന്. ഒന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടൊരു യാതൊരു തരത്തിലുള്ള ഈ പള്ളിക്ക ഭാഗത്തൊക്കെ സ്ഥിരം പോലീസ് നിൽക്കുന്ന കാണാം, ഈ വണ്ടികളൊക്കെ പിടിക്കുന്നതും കാണാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പിടിച്ചാൽ എന്താ കുഴപ്പം, ഒരു 10-500 രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ വിടും, ഇവിടെ പോവും. അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇവിടെ കാര്യം എന്ന് പറയുന്നത്. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടക്കുന്നൊരവസ്ഥയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നഷ്ടപ്പെട്ടപ്പോൾ ആ പയ്യൻ്റെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഈ പിള്ളേർ, ഇന്നത്തെ കാലത്തെ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് എടുത്തിട്ട് ഒരുമാതിരി റോക്കറ്റിൽ പോകുന്ന കണക്കാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പ്രായത്തിൽ അവർ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവരെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഈ ജനറേഷൻ പിള്ളേരാണ് ഭയങ്കര ആര് പറഞ്ഞാലും ഡ്രൈവറിനെതിരെ ശക്തമായ ഒരു നിയമ നടപടിയിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 കാര്യം: ഒന്ന് ഓവർ സ്പീഡിങ്, 2 ഇടിച്ചിട്ട് നിർത്താതെ പോയ ഒരു കാര്യം. അപ്പോൾ അത് എല്ലാവർക്കും പാഠമായിട്ട് വരാൻ വേണ്ടി ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പിള്ളേർ സ്പീഡൊക്കെ കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്, വീട്ടുകാർക്കും. അല്ലാതെ നമ്മൾ ഈ നാട്ടുകാരെ നോക്കിയല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങൾ ഈ റോഡിൽ കാണിക്കുന്ന സമയത്ത് സ്പീഡ് എടുത്തുകൊണ്ട് പോയിട്ട് കാണിച്ചിട്ട് ആരും ഒന്നും തരാൻ പോകുന്നില്ല എക്സ്ട്രാ. അത് മനസ്സിലാക്കിയാൽ ഈ പിള്ളേർക്ക് കൊള്ളാം. അത്രേ പറയുന്നുള്ളൂ.